ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദിസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. ولقد بعثنا في كل أمة رسولا أن اعبدوا الله واجتنبوا الطاغوت. رب اشرح لي صدري يسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയം നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം ചർച്ച ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്താണ്. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി ആണ് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നത്. ലോകത്ത് വന്ന ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ വന്ന് ഈ സമൂഹത്തെ പഠിപ്പിച്ചത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനോട് മാത്രമേ നിങ്ങളുടെ ഇബാദത്തുകൾ, നേർച്ചകൾ, വഴിപാടുകളൊക്കെ നിർവഹിക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല അയച്ച സർവസ്വ പ്രവാചകന്മാർ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നു: അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യുന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എൻ്റെ മുൻപ് കഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാരും സമൂഹത്തോട് പ്രബോധനം ചെയ്ത ഏറ്റവും സുപ്രധാനമായ വിഷയം ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ആരാധന എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി വിശദീകരിച്ചിട്ടുണ്ട്: അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അതാകുന്നു ആരാധന. അദ്ദുആഉ മുഖുൽ ഇബാദ, ആരാധനയുടെ മജ്ജയാണ് പ്രാർത്ഥന. അഫ്ളൽ ഇബാദത്തി, ഇബാദത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ മുഖ്യമായ ഭാഗം അദ്ദുആ, പ്രാർത്ഥനയാണ്. അപ്പോൾ ഒരു കാര്യം, നാം ചെയ്യുന്ന ഒരു കാര്യം ഇബാദത്താവണമെങ്കിൽ പ്രാർത്ഥനയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇബാദത്താവുക. അതുകൊണ്ട് പ്രാർത്ഥന അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് പ്രവാചകന്മാർ അഖിലവും ഭൂലോകത്ത് വന്നതെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് വിശുദ്ധ ഖുർആനിൽ പരിശോധിച്ചാൽ മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തോട് പറയുന്നു: യാ ഖൗമി ഉബ്ദുല്ലാഹ്, സമൂഹമേ നിങ്ങൾ അള്ളാഹിനെ മാത്രം ആരാധിക്കണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാത്ത ഒരാരാധ്യനും നിങ്ങൾക്കില്ല. അതേപോലെ തന്നെ സാലിഹ് നബി പറയുന്നു: യാ ഖൗമി ഉബ്ദുല്ലാഹ്, യാ ഖൗമി, എൻ്റെ സമൂഹമേ, ഉബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ മാത്രം ആരാധിക്കണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാത്ത ഒരാരാധ്യനും നിങ്ങൾക്കില്ല. ശുഐബ് നബി പറയുന്നു: യാ ഖൗമി ഉബ്ദുല്ലാഹ് മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, നിങ്ങൾക്ക് അള്ളാഹു മാത്രമാണ് ആരാധ്യൻ, അവനല്ലാത്തൊരാരാധ്യനും നിങ്ങൾക്കില്ല. ഇബ്രാഹിം നബി പറയുന്നു: ഇത് ഖാല ഖൗമിഹി ഉബ്ദുല്ലാഹ്, ഇബ്രാഹിം നബി പറയുന്നു: എൻ്റെ സമൂഹമേ, നിങ്ങൾ അള്ളാഹിനെ മാത്രം ആരാധിക്കണം. വത്തഖൂഹു, അവനെ മാത്രം സൂക്ഷിക്കുകയും വേണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്ന മുഴുവൻ പ്രവാചകന്മാരും അള്ളാഹിനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിക്കാൻ വന്നതാണ്. ആരാധന എന്താണെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു, അതാണ് പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥന അള്ളാഹു അല്ലാത്ത ഒരാൾക്കും നിർവഹിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ കൽപ്പന, ഭൂലോകത്തിന് അള്ളാഹു നൽകിയ ഒന്നാമത്തെ കൽപ്പന പരിശോധിച്ചാൽ കാണാം. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറയുന്നു: യാ അയ്യുഹന്നാസ്. നമ്മളൊക്കെ വിചാരിക്കുക സൂറത്തുൽ അലക്കാണ്, അത് മുഹമ്മദ് നബിക്കുള്ള കൽപ്പന. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ലോകത്തിന് ആദ്യമായി അള്ളാഹു കൊടുത്ത കൽപ്പന യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. ജനങ്ങളെ എന്ന് വിളിക്കുമ്പോൾ അതിൽ മുസ്ലിങ്ങൾ പെടും, മുസ്ലിങ്ങളല്ലാത്തവർ പെടും, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെയുമാണ് ജനങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു എന്ന് പറയുന്നത്: യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ, നിങ്ങളെ സൃഷ്ടിച്ച് നിങ്ങളെ പരിപാലിച്ച് നിങ്ങൾക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഈ ഭൂമുഖത്ത് ഒരുക്കി തന്ന റബ്ബിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. ഇത് ലോകത്തിന് അള്ളാഹു കൊടുത്തിരിക്കുന്ന സന്ദേശമാണ്. അതിന് കാരണവും അള്ളാഹു പറയുന്നു. കാരണം അല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അപ്പോൾ ആരാണോ സൃഷ്ടിച്ചത്, സൃഷ്ടികർത്താവ് ആരാണോ അവനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. സൃഷ്ടിക്കാൻ കഴിവുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്: അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചു. എന്നിട്ടോ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വയുണ്ടാകാൻ. അപ്പോൾ തഖ്വ നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കൗമിനും ജീവിതത്തിൽ തഖ്വയുണ്ടാവുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നു: എന്തുകൊണ്ട്? ഒന്ന്, നിങ്ങളെ സൃഷ്ടിച്ചു. രണ്ടോ, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ചു. മൂന്നോ, അല്ലദീ ജഅലക്കുമുൽ അർള ഫിറാശൻ, ഭൂമിയെ നിങ്ങൾക്ക് വാസയോഗ്യമാവും വിധം ഒരു പരവതാനി പോലെ അള്ളാഹു വിരിച്ചു തന്നു. അതാണ് ഒരു കാരണം. പിന്നെയോ
വസ്സമാ ബിനാൻ, ആകാശത്തൊരു മേൽക്കൂരയായും ഭൂമിയെ ഒരു വിരിപ്പായും ആകാശത്തൊരു എടുപ്പായും മേൽക്കൂരയായും അള്ളാഹു ഉണ്ടാക്കി. എന്നിട്ടോ വ അൻസല മിനസ്സമായി മാൻ, അള്ളാഹു ആകാശത്ത് നിങ്ങൾക്ക് വെള്ളമിറക്കി തന്നു. ഫാഖ്റജ ബിഹി മിനസ്സമറാത്ത് റിസ്ഖൻ ലക്കും, നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഉപജീവനവും അള്ളാഹു ആ മഴവെള്ളം മുഖേന ഭൂമിയിൽ ഉൽപ്പാദിപ്പിച്ചു. ഇതെല്ലാം ചെയ്തതാരാണ്? ലോകത്തേതെങ്കിലും ഒരാൾ പറയുമോ ഇത് അള്ളാഹു അല്ല എന്ന്? സാക്ഷാൽ ജഗദീശ്വരനാണ് ഇത് ചെയ്തതെന്നാണ് മറ്റ് സമൂഹങ്ങൾ പറയുന്നത്. എന്നാൽ മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ പറയുന്നു പലതും മുദബ്ബിറാത്തി അമ്ര എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയിലെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് CM വലിയുല്ലാഹിയാണ് എന്ന് പറയുന്ന മുശ്രിക്കീങ്ങളായ പുരോഹിതന്മാർ സമൂഹത്തിലുണ്ട്, മുസ്ലിം സമൂഹത്തിൽ. വിശുദ്ധ ഖുർആൻ്റെ ഫൽ മുദബ്ബിറാത്തി അമ്ര എന്ന് പറഞ്ഞുകൊണ്ട് CM മക്കാമിൽ മറവിട്ട് കിടക്കുന്ന ആ ഭ്രാന്തണ്ടല്ലോ, അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് പോലും ഇത്ര വലിയ വലുപ്പം ഈ പുരോഹിതന്മാർ പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. മരിച്ചപ്പം ഉണങ്ങിയപ്പോൾ കുറുന്തോട്ടി പോലെ പവറായതാണ്. എന്നിട്ട് എന്തെല്ലാം തള്ളാണ് തള്ളുന്നത് സമൂഹത്തോട്, അല്ലേ? എന്തിനാ ഈ തള്ളൊക്കെ തള്ളുന്നത്? അല്ലാത്തൊരാളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഒരു സമൂഹം ഉണ്ടാക്കുകയാണ്. ലോകത്ത് വന്ന സമസ്ത പ്രവാചകന്മാരും അതാ പറഞ്ഞത്. 100ഓളം വർഷം കഴിഞ്ഞില്ലേ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്? അള്ളാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന സന്ദേശവുമായിട്ട് പൂർവ്വകാല പണ്ഡിതന്മാർ എത്ര കാലം. നമുക്കറിയാം, മഹാനായ മർഹൂം AP അബ്ദുൽ ഖാദർ മൗലവി കൊട്ടപ്പുറം വാദപ്രതിവാദം നടന്നപ്പോൾ ലോകത്താദ്യമായിട്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആനിൽ തെളിവുണ്ടോ എന്ന് മഹാനായ മർഹൂം AP അബ്ദുൽ ഖാദർ മൗലവി കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൽ ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് നമ്മുടെ ബഹുമാനായ കാന്തപുരം അദ്ദേഹം ഓതിയ ആയത്ത് വലിയ അത്ഭുതകരമായിരുന്നു. അന്ന് വരെ ലോകത്താരും ഖുർആനിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവുണ്ടെന്ന് ഓതിയില്ല. പക്ഷേ അദ്ദേഹം ഓതിയ ആയത്ത് വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക്, വസ്അൽ നീ ചോദിക്കണം മുഹമ്മദേ. കണ്ടോ ഒരായത്ത് കണ്ടെത്തിയത്? വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക, നിനക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് ചോദിക്കണം. മിർ റുസുലിന, നമ്മുടെ ദൂതന്മാരിൽപ്പെട്ട ദൂതന്മാരോട് മുഹമ്മദ് നീ ചോദിക്കണം. എന്താ ചോദിക്കേണ്ടത്? അത് പറയാതെ ചോദിക്കണം എന്ന് പറഞ്ഞു കൊടുത്ത് നിർത്തി. മനസ്സിലായി? എന്താ ചോദിക്കുന്നത് ഖുർആൻ പറയുന്നുണ്ട്. എന്താ അജഅൽനാ ആലിഹത്തം മിൻ ദൂനിർ റഹ്മാൻ, കാരുണ്യകന് പുറമെ അള്ളാഹു ഏതെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കാൻ പര്യാപ്തരായ ആരെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ. എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിൻ്റെ ആ ഓരോ പ്രവാചകന്മാരും ആ പ്രവാചകന്മാരുടെ പ്രബോധിത വർഗവും എങ്ങനെയാണ് തൗഹീദിൻ്റെ നേരെ പ്രതികരിച്ചത്, എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, ആ പ്രവാചകന്മാർ എന്താണ് പ്രബോധനം ചെയ്തത് എന്ന കാര്യം അവരുടെ ചരിത്രത്തിലൂടെ പഠിക്കാനാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നേരെ മറിച്ച് ഈ ആയത്തിന് എന്ത് ചെയ്തു? നേരക്ക് നേരെ വസ്അൽ മുഹമ്മദെ നീ ചോദിക്കണം. മൻ അർസൽനാ മിൻ ഖബ്ലിക, ആദ്യമായിട്ട് ഖുർആനെതിരിൽ ആദ്യമായിട്ടൊരു പുരോഹിതൻ ഓങ്ങിയ വാളാണത്. മനസ്സിലായോ? അപ്പോൾ എന്ന് പറഞ്ഞാൽ വിവരം കുറഞ്ഞൊരു സമൂഹം ഭൂമുഖത്തിൽ ഉണ്ടായതുകൊണ്ട് ആർക്കും എന്തും പറയാം. വിശുദ്ധ ഖുർആനിൽ വസ്അലിൽ ഖറിയ എന്ന് ഖുർആനിലുണ്ട്. എൻ്റെ അർത്ഥം എന്താ? ഗ്രാമമേ രക്ഷിക്കുന്ന ഗ്രാമവാസികളോട് ചോദിക്കണം. അഹ്ലുൽ ഖറിയ, ഗ്രാമവാസികളോട് ചോദിക്കാനാണ്. വസ്അൽ ഖറിയാറെന്താ? വസ്അൽ അഹ്ലുൽ ഖറിയ, ഗ്രാമവാസികളോട് ചോദിക്കണം എന്നല്ലേ അതിൻ്റെ അർത്ഥം. അതുപോലെ പ്രവാചകന്മാർ ചോദിക്കുന്ന ആ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനാണ് അള്ളാഹു പ്രവാചകനോട് പറഞ്ഞത്. പക്ഷേ ആ ആയത്ത് പോലും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് തെളിവായിട്ടാണ് ഉദ്ധരിച്ചത്. അതുകൊണ്ട് നമുക്ക് നോക്കാം, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നിങ്ങൾ അള്ളാഹനെ മാത്രം ആരാധിക്കണം. എന്താ കാരണം പറഞ്ഞത്? ഒന്ന്, നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ചു, നിങ്ങൾക്ക് ഭൂമിയിൽ സൗകര്യങ്ങൾ ചെയ്തു തന്നു, ആകാശത്തെ ഒരു എടുപ്പായി നിർമ്മിച്ചു, ആ ആകാശത്ത് നിന്ന് അള്ളാഹു വേണ്ടുവോളം ആവശ്യാനുസരണം വെള്ളമിറക്കി തന്നു, ആ വെള്ളത്തിലൂടെ അള്ളാഹു ഭൂമിയിൽ സസ്യലതാദികൾ മുളപ്പിച്ചു. ഇതാണ് അദ്ദേഹം ഷഹീദാവുന്നത്. എങ്ങനെയാണ്? സിറിയയിൽ പ്ലേഗ് ബാധിച്ച് 25,000 ആളുകളോളം ആ പകർച്ചവ്യാധിയിൽ മരിച്ചു. ആ മരണവേളയിൽ ഷഹീദായ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സഹാബാക്കളിൽ പ്രമുഖനായ സഹാബിയാണ് അബൂ ഉബൈദത്തുൽ ജറാഹ്. അദ്ദേഹം മരിക്കുന്നത് പ്ലേഗ് ബാധിച്ച്. ഇന്നോ ആ പ്ലേഗ് ബാധിച്ച് മരിച്ച അള്ളാഹനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി അഹോരാത്രം രാവും പകലും ഇല്ലാതെ ഇടതടവില്ലാതെ കഷ്ടപ്പെട്ട ആ സഹാബത്തിനെയാണ് ഇപ്പോൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. എന്തൊരു വിധിവിപരീത്യം അല്ലേ? അപ്പം സമൂഹത്തെ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചതെന്ന് അള്ളാഹു പറഞ്ഞെന്തിനാ? അള്ളാഹു മനുഷ്യൻ സൃഷ്ടിച്ചതെന്തിനാന്ന് പറഞ്ഞത്? ഖുർആനിൽ അള്ളാഹു സൂറത്തു ദാരിയാത്ത് മറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണുന്നത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ
ഇല്ലാ ലിയഅ്ബുദൂൻ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ, ജിന്നിനെയോ ഇൻസിനെയോ നാം സൃഷ്ടിച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ, അള്ളാഹിനെ ആരാധിക്കാനും അള്ളാഹ്ക്ക് പ്രാർത്ഥന നടത്താനും അള്ളാഹ്ക്ക് നേർച്ചകളും വഴിപാടുകളും നിർവഹിക്കാനും അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനും വേണ്ടിയാണ് മനുഷ്യന്മാരെയും ജിന്നെയും ഒക്കെ അള്ളാഹു സൃഷ്ടിച്ചത്. അല്ലേ? നേരെ മറിച്ച് ഇവിടെ നിന്ന് പുരോഹിതന്മാർ ഞാൻ പറഞ്ഞില്ല 100 വർഷത്തോളമായി ഈ ആദർശം സലഫി പ്രസ്ഥാനം കേരളത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. എന്നാൽ വലിയൊരു തലമുറ മുമ്പൊക്കെ പറഞ്ഞിരുന്നത് ഈ സലഫികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂത്രമൊഴിച്ചാൽ ഒഴുകിപ്പോകാനുള്ളൂ എന്ന് പറഞ്ഞ് പ്രസംഗിച്ചിരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ അവർക്കറിയാം രാജ്യത്തുള്ള മനുഷ്യന്മാരുടെ തലച്ചോറ് വികസിച്ചു, വിദ്യാഭ്യാസം കൂടി. എന്നിട്ട് പോലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പുരോഹിതൻ പറയാണ്, ജിന്ന് ആ പുരോഹിതനോട് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിലൊരു പ്രശ്നമുണ്ട്, ജിന്ന് കുടുംബത്തിൽ പ്രശ്നമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ദ്വാരക്കണം. ആർക്ക് വേണ്ടി? ജിന്നിന് വേണ്ടി. എന്നോട് എത്തി നമ്മളെ പുരോഹിതൻ. മനസ്സിലായോ? അതേപോലെ തന്നെ അദ്ദേഹം പലജാതി വിടലും വിടുന്നുണ്ട്. തള്ളുക എന്നതിനൊക്കെ നമ്മൾ പറയാം അല്ലേ? അപ്പം അതുപോലെ തന്നെ ഒരിക്കൽ ഒരു പുരോഹിതൻ വിടുകയാണ്. ഒരിക്കൽ ഒരു മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. മയ്യത്ത് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ആംബുലൻസ് ഒരു ഭാഗത്ത് ബ്ലോക്കായപ്പോൾ ആ ആംബുലൻസിൽ നിന്ന് ഒരു കരച്ചിൽ കേട്ടു. ആ കരച്ചിൽ കേട്ടപ്പം CM മറ്റേ മടവൂരിൻ്റെ ഔല്യല്ലേ, അയാൾ ചോദിച്ചാലോ ആരാ കരിയുന്നത്? അപ്പം എനിക്ക് മനസ്സിലായില്ല അയാൾക്ക് ആരാ കരിയുന്നതെന്ന് അറിയില്ല. ആരാ കരിയെന്ന് ചോദിച്ചു. അപ്പോൾ ബ്ലോക്കിൽ നിന്നപ്പം ഇറങ്ങി നോക്കുമ്പോൾ എന്താ, ഒരാൾ മരിച്ചിട്ടുണ്ട്, ആ മയ്യത്ത് കൊണ്ടുപോവുകയാണ്. അപ്പം ഇത് ആരാന്നറിയാത്ത ആൾ, ഇതെന്താ കരച്ചിൽ എന്നറിയാത്ത ആൾ മൂപ്പര ഇറങ്ങി, ഈ മടവൂരാവില്ല ഇറങ്ങിയിട്ട് മൂപ്പര കയ്യിലൊരു കുട ഉണ്ടായിന്, ആ കുട കൊണ്ട് മയ്യത്തിനെ കുത്തി. ഉടനെ മയ്യത്ത് നീച്ചു പോയി. എന്തെല്ലാം തള്ളാണ്! ഇങ്ങനെയൊക്കെ തള്ളിയാൽ ആളുകൾ എന്ത് വിചാരിക്കും? ഇതിൽ നല്ല ഇപ്പോൾ അള്ളാഹിനോട് വിളിച്ച് പ്രാർത്ഥിക്കണേ നല്ല ഇവരോട് പറയാമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടാണെങ്കിൽ വലിയ അത്ഭുതമുണ്ടോ? വിശുദ്ധ ഖുർആനിൽ അള്ളാഹു എന്താ പറഞ്ഞത് നമ്മളോട്? വക്കാല റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് പറയുന്നു, ദുഊനി, എന്നോട് ദുആ ചെയ്യണം, അസ്തജിബുലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം എന്ന് അള്ളാഹു പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹു എപ്പോൾ തരുമെന്ന് പോലും പറഞ്ഞില്ല. നേരെ മറിച്ച് നമ്മൾ ഔലിയാക്കന്മാരെ പറ്റി പറയുന്നുണ്ടോ, വായു കൂടാ ഉത്തരം ചെയ്യുന്ന ഞാനെന്ന് പറഞ്ഞു. ചോദിച്ച് വായു ഉടനതിന് മുന്നേ ഉത്തരം കിട്ടും. അല്ല പറഞ്ഞോ ഞാൻ വായു ഉടനതിന് മുമ്പ് തരാം? ഇല്ല. അല്ലത് പറഞ്ഞു ഞാൻ ഉത്തരം തരാം. ഇന്ന് തരാറിഞ്ഞോ? ഇല്ല. നാളെ തരാറിഞ്ഞോ? ഒരാഴ്ചയുടെ തരാറിഞ്ഞോ? ഒരു മാസത്തിനുള്ളിൽ തരാറിഞ്ഞോ? ഒരു കൊല്ലത്തിനുള്ളിൽ തരാറിഞ്ഞോ? ആയുഷ്കാലത്തിന് അടുത്ത പ്രാവശ്യം തരാറിഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? ദുഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണം, അസ്തജിബുലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. പ്രാർത്ഥനയാകുന്ന ഇബാദത്ത് നിങ്ങൾ അല്ലാഹു അല്ലാത്തവർക്ക് സമർപ്പിച്ചാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യരും നികൃഷ്ടരുമായി നരകത്തിൽ പ്രവേശിക്കേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ്റെ ആയത്തുകളൊക്കെ പഠിച്ചിട്ടാണ് ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രവാചകന്മാർ പ്രവർത്തിച്ചത്. നമുക്ക് വേണമെങ്കിൽ ഒരു പ്രവാചകൻ്റെ ജീവിതത്തിലെ ഒരു സുപ്രധാനമായ ഭാഗം അള്ളാഹു സുബ്ഹാനഹു തആല വിശദീകരിക്കുന്നുണ്ട്. ആ ഭാഗം ഒന്ന് കേട്ടു നോക്കാം. അതായത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ ഖലീലാന്ന് വിശേഷിപ്പിച്ച, അള്ളാഹിൻ്റെ ഖലീലായ ഇബ്രാഹിം നബിയേക്കാൾ വലുതല്ലല്ലോ ഈ മടവൂർ ഔലിയൊന്നും ആണോ? ലോകത്തേതെങ്കിലും ഒരു ഔലിയ ഇബ്രാഹിം നബിനേക്കാൾ വലുതാകുമോ? ഇല്ല. അപ്പോൾ ആ ഇബ്രാഹിം നബി എന്താ ചെയ്ത് നമുക്ക് നോക്കാം. നമുക്ക് ആ ഭാഗം ഒന്ന് കേട്ടു നോക്കാം. വിശുദ്ധ ഖുർആൻ സൂറത്ത് ശുഅറായിൽ അള്ളാഹു 70 മുതൽ 82 വരെയുള്ള ആയത്തുകളിൽ ഈ വിഷയം സവിസ്തരം പ്രതിപാദിക്കുന്നു. നമുക്ക് കേൾക്കാം. ഉത്ലു അലൈഹിം നബ ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ വർത്തമാനം മുഹമ്മദെ നീ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എന്താ പ്രശ്നം? ഇത് കാലലി അബീഹി വ കൗമിഹി, ഇബ്രാഹിം നബി തൻ്റെ പിതാവായ ആസറിനോടും തൻ്റെ സമൂഹത്തോടും പറഞ്ഞു, മാ തഅ്ബുദൂൻ, നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, കാലു നഅ്ബുദു അസ്നാമ, ഞങ്ങൾ വിഗ്രഹങ്ങളെയാണ് ആരാധിക്കുന്നത്. ഫനളല്ലു ലഹ ആക്കിഫീൻ, ഞങ്ങളതിന് ഭജനിരിക്കുകയാണ്, ഇത്തിക്കാഫിരിക്കുകയാണ്. ഫനളല്ലു ലഹ ആക്കിഫീൻ, ഞങ്ങളതിന് ഇത്തിക്കാഫിരിക്കുകയാണ്. കാല, അപ്പോൾ ഇബ്രാഹിം നബിയുടെ ചോദ്യം, ഹൽ യസ്മഊനക്കും ഇത് തദഊൻ, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഇവർ കേൾക്കുമോ? ഈ വിഗ്രഹങ്ങൾ കേൾക്കുമോ? ഔ യൻഫഊനക്കും ഔ യദുറൂൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ഉപകാരമോ വല്ല ഉപദ്രവമോ ചെയ്യുമോ? കാലു, അവർ പറഞ്ഞു, ബൽ, പക്ഷേ എന്ന് പറഞ്ഞാൽ അതൊന്നുമില്ല, അങ്ങനെ ഉപദ്രവമോ ഉപകാരമോ ചെയ്യൂല, കേൾക്കൂല, നമ്മൾ വിളിച്ചാൽ കേൾക്കൂല, ഒക്കെ ശരിയാണ്. പക്ഷേ വജദ്ന ആബാഅന കദാലിക യഫ്അലൂൻ, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരായ ആളുകളൊക്കെ ഇങ്ങനെയാണ് ചെയ്തത്. ഇതാണ് നമ്മളെ പുരോഹിതന്മാരും പറയുന്നത്. നമ്മളെ വാപ്പപ്പാരക്കാരൊക്കെ ബദരീങ്ങളെയും മമ്പർത്തങ്ങളെയും കുണ്ടോർത്തങ്ങളെയും അജ്മീറിലെ ഹോജനെയും നാഗൂറിലെ ഹോജനെയും ചിസ്തിനെയും പുസ്തിനെയും നാരിനെയും കീരിനെയും ഒക്കെ വിളിച്ചാലാ. അതുകൊണ്ട് ഞങ്ങൾക്ക് അല്ലാണ്ട് ഇവരൊന്നും നമുക്ക് ഉത്തരം തരുന്നല്ല. ഇപ്പം നോക്കി നിങ്ങൾ, എവിടെ പോയി ഔലിയാക്കന്മാർ മുഴുവൻ കൊറോണ വന്നപ്പോൾ ഒറ്റൊന്നും കാണില്ലല്ലോ. തള്ളുന്ന മൊയ്ലിയന്മാരും കാണില്ല. ഉണ്ടോ? കൊടോണ്ട് കുത്തിയിട്ട്
മരിച്ചു പോകുന്ന മയ്യത്തിന് എണീപ്പിച്ച് വായിപ്പിക്കുന്ന ആൾക്കാർ ഇയാൾക്ക് ഭ്രാന്തായി മടവൂർ ഔലിയക്ക്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു അളിയുണ്ട് പൊക്കിട്ടാൽ അയമുട്ടിയില്ലേ, അയാളെ പെങ്ങളാണ് ഇയാൾ കെട്ടിയത്. അത് ഈ മടവൂർ ഔലിയ അദ്ദേഹത്തിന് മെൻ്റലാണെന്ന് അളിയൻ എൻ്റെ അടുത്ത് പല പ്രാവശ്യം പറയാറുണ്ട്. കാരണം ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തവരാണ്, ഒരേ സ്കൂളിൽ ഒന്നിച്ച് വർക്ക് ചെയ്ത കാലമാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്ക് ഭ്രാന്താണ് പറയും. അന്ന് ഇയാളിവിടെ ട്രാൻസ്ഫറുള്ള താമസം, കോഴിക്കോട് ട്രാൻസ്ഫറുണ്ട്. എന്നാലോ നിസ്കരിക്കാൻ പോകില്ല ഇയാൾ. അപ്പോൾ ചില ആൾക്കാരൊക്കെ ചോദിക്കുക എന്താ ഔല്യ നിസ്കരിക്കാത്തത്? അപ്പോൾ ആളുകൾ എന്താ പറയുക, അയാൾക്ക് 40 തടിയല്ലേ മോനെ. അതിൽ ഒരു തടി ഇപ്പം മക്കത്ത് ഇമാമിക്കുക ആരിഫീങ്ങളായ സൂഫിയാക്കളായ അറബികളായ വലിയ വലിയ പണ്ഡിതന്മാർക്ക് ഇമാം നിൽക്കുകയാണ് ഇപ്പോൾ ആര് മടവൂർ ഔലിയ. ഇവിടുന്ന് കോഴിക്കോട് ഫ്രാൻസ് റോഡിലുള്ള വീട്ടിൽ നിന്ന് എല്ലാ വക്തിനും മൂപ്പർ അവിടെ പോകും. തിന്നൽ മൂപ്പർ ഇവിടുന്നു. അപ്പോൾ ചില ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി. അതാണല്ലോ ഇവരെ പ്രത്യേകത. അങ്ങനെയാണ് ഇവർ ഔല്യം ഉണ്ടാക്കുന്നത്. പിന്നെ ഇത്തരം ആളുകളുടെ ചരിത്രം അറിയുന്ന ആളുകളും ചരിത്രം അറിയാത്ത ആളുകളും ഉണ്ടാവും. അപ്പോൾ ഈ ചരിത്രം അറിയാത്ത ആളുകളെ എന്തും പറഞ്ഞു പറ്റിക്കുക. അങ്ങനെയാണ് ഇവർ ഈ പുരോഹിതന്മാർ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അല്ലാണ്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് തെളിവുണ്ടെന്ന് പറഞ്ഞതിന് ഖുർആനിൽ തെളിവ് കാണിച്ചു കൊടുക്കാനല്ല. ഇവരെ പേരിൽ നേർച്ചയും വഴിപാടുമൊക്കെ നടത്തി ഉത്സവങ്ങളൊക്കെ നടത്തി കച്ചവടമൊക്കെ ഉഷാറാക്കി ഈ മയ്യത്ത് കച്ചവടം, സലാത്ത് കച്ചവടം, വെള്ളം കച്ചവടം, കന്നാസ് കച്ചവടം ഇതൊക്കെ നടത്താനാണ്. സലാത്ത് തകർന്നിട്ടില്ലേ? ഇങ്ങനത്തെ പല പരിപാടികൾ ചെയ്യാൻ നമുക്ക് നോക്കാം. ഇബ്രാഹിം നബി തൻ്റെ ബാപ്പാനോടാണ് ചോദിച്ചത്, തൻ്റെ സമൂഹത്തോടാണ് ചോദിച്ചത്, ഹൽ യസ്മഊനക്കും ഇത് തദ്ഊൻ, നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ ഇവർ കേൾക്കുമോ? ഒരു വലിയ ചോദ്യമല്ലേ ഇത്. തദ്ഊൻ ഔ യൻഫഊനക്കും ഔ യദുറൂൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഫ്ഓ ലറോ ഉപദ്രവമോ ഉണ്ടാക്കുമോ ഉപകാരം ചെയ്യുമോ? ഖാലു, അവർ പറഞ്ഞു ബൽ, പക്ഷേ അതൊന്നുമില്ല. വജദ്ന കദാലിക യഫ്അലൂൻ ആബാന കദാലിക യഫ്അലൂൻ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഇങ്ങനെ ചെയ്യുന്നതാണ് കണ്ടത്. അപ്പോൾ ഇബ്രാഹിം നബിയുടെ തിരിച്ചൊരു ചോദ്യം, കാല അഫറഅയ്തും മാ കുൻതും തഅബുദൂൻ, നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഫറഅയ്തും മാ കുൻതും തഅബുദൂൻ, നിങ്ങൾ എന്തൊന്നിനെയാണ് ആരാധിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അൻതും വ ആബാഉക്കുമുൽ അഖ്ദമൂൻ, നിങ്ങളും നിങ്ങളുടെ പൂർവികരായ പ്രാചീനരായ ആബാവുകളും പിതാക്കന്മാരുമൊക്കെ ആരാധിക്കുന്നത് എന്തിനെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്നിട്ട് പറഞ്ഞു കേട്ടങ്ങൾ, ഫൈന്നഹും അദുവുല്ലി ഇല്ലാ റബ്ബൽ ആലമീൻ, ലോകത്തിൻ്റെ പ്രപഞ്ചനാഥനായ അള്ളാഹു ഒഴികെ ബാക്കിയല്ലാ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും എൻ്റെ ശത്രുവാണ്. ഫൈന്നഹും അദുവുല്ലി, അവരൊക്കെ എൻ്റെ ശത്രുക്കളാണ്. ഇല്ലാ റബ്ബൽ ആലമീൻ. അതിന് മുസ്ലിം തള്ളെന്താ വെച്ചാൽ ഈ എല്ലാ ലോകങ്ങളുടെയും ഉടമസ്ഥൻ, നിയന്ത്രണ അധികാരമുള്ള ആളാണ് ആര്? അതിനാണ് മൂപ്പര് ഫൽ മുദബ്ബിറാത്തി അംറാർ ഒരു ആയത്തോതിയത്. ഫൽ മുദബ്ബിറാത്തി അംറാറിന അന്നഹുമുൽ മലായിക്കത്ത്, അവർ മലക്കുകളാണ്. കാര്യങ്ങൾ നിയന്ത്രിക്കും, മഴ പെയ്യിക്കുന്നവർ, മനുഷ്യൻ്റെ റൂഹ് പിടിക്കുന്നവർ, നന്മതിന്മകൾ എഴുതുന്നവർ, ഇതൊക്കെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരാണ്. അത് മലായിക്കത്തുകളാണ്, ഇവരല്ല. മനസ്സിലായോ? ഏതെങ്കിലും ഫൽസഫൻ്റെ ഫിലോസഫിക്കാരായ ആളുകളുടെ വാക്കുകളൊക്കെ ചിലപ്പോൾ കിതാബുകളിൽ കാണും. അത് ഉദ്ധരിച്ചുകൊണ്ടാണ്. കാരണം ഫൽസഫ എന്ന ഫിലോസഫിയാണ്, അവർ തത്വചിന്തകന്മാരാണ്. അവർ പലതും എഴുതും, കാരണം ഭ്രാന്തമായി എഴുതുന്ന ആൾക്കാരാണ്. മീസാനുൽ ഉഖൂൽ, സുല്ലമുൽ ഉലൂമൊക്കെ അല്ലേ, അതുപോലുള്ള ഒരുപാട് തത്വശാസ്ത്ര ചിന്തകളുണ്ട്. ആ ചിന്തകളിൽ നിന്നാണ് ചില ആളുകളെ. ഇപ്പോൾ ഇമാം ഗസാലിയൊക്കെ ചില സമയത്ത് എന്താവാറുണ്ട്, ഇത്തരം ചിന്തകൾ അദ്ദേഹത്തൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പ്രവാചകനായ ഇബ്രാഹിം നബി ചോദിക്കുന്നു, നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും ആരാധിക്കുന്നത് എന്തിനെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എൻ്റെ ശത്രുവാണ്. ഇപ്പം നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്, ഈ ബദരീങ്ങളും അമ്പർത്തങ്ങളും കുണ്ടൂർത്തങ്ങളും അജ്മീറിലെ ഹോജിയും നാഗൂറിലെ ഹോജിയും ഒക്കെ അവിടെ വെക്ക്, ഏകനായ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്ക്. അള്ളാഹു ഒന്ന്, ഭൂമി ഒന്ന്, ആകാശമൊന്ന്, ചന്ദ്രനൊന്ന്, സൂര്യനൊന്ന്, അല്ലേ? എല്ലാം ഒന്നാണ്. പ്രാർത്ഥനയും ഒന്നായിരിക്കണം. ഇതാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ വിഷയം. അതാണ് ജനങ്ങളെ പഠിപ്പിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിന് പൂർവികർ പറയാത്ത, ഖുർആൻ പറയാത്ത, നബി പഠിപ്പിക്കാത്ത ഒരാദർശവും സമൂഹത്തെ പഠിപ്പിക്കാനില്ല. ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ച തത്വം, എല്ലാ സഹാബത്തും ജീവിതത്തിൽ പകർത്തിയ തത്വം. ഒരു സഹാബത്തിൻ്റെ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇവിടെ എത്ര ജാറങ്ങളുണ്ട് ലോകത്ത്, അല്ലേ? ലക്ഷക്കണക്കിന് പ്രവാചകന്മാരില്ലേ, ഒരൊറ്റ പ്രവാചകൻ്റെ ജാറം പൊന്തിയോ? ലക്ഷക്കണക്കിന് സഹാബത്തില്ലേ, ഒരാളുടെ ജാറം പൊന്തിയോ? പോട്ടെ, ഹജ്ജിന് പോകുന്ന ആളുകൾ ബദർ പോയി കാണുന്നില്ലേ? അവിടെ നിങ്ങൾ കണ്ട ജാറം, അവിടെ ഉണ്ടോ നേർച്ച, അവിടെ ഉണ്ടോ വഴിപാട്, അവിടെ ഉണ്ടോ വിശുദ്ധ ഖുർആനിൽ ഖുർആൻ എങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഖുർആൻ ഉണ്ടാവില്ലേ? എങ്ങനെയാണോ നേർച്ച, അതിലെത്ര ആന വേണം, അതിലെത്ര കദീനക്കുറ്റി വേണം, ഇതൊക്കെ ഖുർആൻ പറയില്ലേ? പോട്ടെ, പ്രവാചകൻ പറയില്ലേ? മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ഏതെങ്കിലും ഒരു നേർച്ച റസൂലോ സഹാബത്തോ നടത്തിയോ? ഒരു നേരെങ്കിലും ആലോചിക്കണ്ടേ? ചിന്തിക്കൂല. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു അല്ലാത്ത
ആരൊക്കെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ അവയെല്ലാം എൻ്റെ ശത്രുവാണെന്നും എൻ്റെ രക്ഷിതാവ് ആരാന്ന് ചോദിച്ചാൽ അല്ലദീ ഖലഖനി, അവനാണ് എന്നെ സൃഷ്ടിച്ചത്, ഞാൻ അവനോട് മാത്രമേ പ്രാർത്ഥിക്കൂ. ഫഹുവ യഹ്ദീനി, അവനാണ് എനിക്ക് സന്മാർഗം കാണിച്ചു തരുന്നത്. അപ്പോൾ സന്മാർഗം കാണിച്ചു തരണം, സൃഷ്ടിക്കണം. വല്ലദീ ഹുവ യുത്ഇമുനി, എനിക്ക് അന്നം നൽകുന്നത് അള്ളാഹുവാണ്, എന്നെ ഭക്ഷിപ്പിക്കുന്നത്. ഓ യസ്കീനി, എനിക്ക് കുടിക്കാനുള്ള വെള്ളവും അതിനുള്ള സൗകര്യവും എൻ്റെ ശരീരത്തിലൊക്കെ നൽകിയ എൻ്റെ റബ്ബിനെ ഞാൻ പ്രാർത്ഥിക്കുള്ളൂ. വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എൻ്റെ രോഗം ശിഫ വരുത്തുന്നവനും അള്ളാഹുവാണ്. ആ അള്ളാഹിനെ മാത്രം ഇപ്പോൾ രോഗം സുഖപ്പെടുത്തണം. ലോകത്ത് ഒരാൾക്കും കഴിയാത്തൊരു കാര്യമാണെന്നാണ് ഇബ്രാഹിം നബി പറഞ്ഞത്. അല്ലേ അള്ളാഹ്ക്ക് എന്ത് പ്രാധാന്യമുള്ളത്? എല്ലാവരും രോഗം സുഖപ്പെടുത്തെങ്കിൽ രോഗം സുഖപ്പെടുന്നത് ഡോക്ടർമാരല്ല, മരുന്നല്ല, അള്ളയാണ് ശിഫ നൽകുന്നത്. ഇതൊക്കെ ഇതിൻ്റെ വർക്കാണ്. അല്ല പറഞ്ഞതുകൊണ്ടാണ് എന്ത്, നിങ്ങൾ രോഗം വന്നാൽ ചികിത്സിക്കണം, അത് അള്ളാൻ്റെ കൽപ്പനയാണ്. അതുകൊണ്ടാണ് ചികിത്സിക്കുന്നത്. തദാവു, നിങ്ങൾ ചികിത്സിക്കണം. വലാ തദാവു ബിൽ ഹറാം, ഹറാമിലൂടെ പോകാൻ പാടില്ല ചികിത്സ. ഉറുക്ക്, നൂല്, പിഞ്ഞാണെഴുത്ത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. മുമ്പൊക്കെ ഇല്ലേ, എല്ലാവരുടെ കൈമലും ഉണ്ടാവും ചെറിയ ചെറിയ തലയാണോറ, അല്ലേ, തലയാണ പോലത്തെ ചെറിയ ചെറിയ പേടിക്ക് കെട്ടിയതെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. ചിലവരിപ്പം ആധുനിക യുഗം വന്നപ്പോഴും ഇപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ അരയെ കെട്ടും, ആൾ കാണാത്തോടത്ത്. പിന്നെ ചിലരെന്ത് ചെയ്യുന്നു, തലയാണ്ട് അടിയിൽ വെക്കും. പല ജാതി ജീവികളും പല തരത്തിലാണ് പ്രവർത്തിക്കുക. ഇതൊക്കെ നമ്മളെ പുരോഹിതന്മാർ ഈ സമൂഹത്തിലേക്ക് നൽകിയ ഈ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന വിഷയത്തിൽ നിന്ന് വഴിമാറിയപ്പോൾ വന്ന അന്ധവിശ്വാസങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി പറയുന്നത് വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ അവനാണ് എനിക്ക് ശിഫ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഞാൻ ജീവിക്കുന്നുണ്ട്. എങ്ങനെ? ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കും, എന്നെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, എനിക്ക് ഭക്ഷണം നൽകുന്നത് അവനാണ്, എനിക്ക് അന്നം നൽകുന്നതും കുടിവെള്ളം നൽകുന്നതും അവനാണ്, ഞാൻ രോഗിയായാൽ ശിഫ നൽകുന്നവനാണ്. വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലി ഖതീഅതി യൗമദ്ദീൻ, പുനരുദ്ധാന ദിവസം പരലോകത്ത് ഞാൻ എത്തുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു എനിക്ക് പുറത്തു തരും. അപ്പോൾ പൊറുക്കാനുള്ള കഴിവുമാർക്കേ ഉള്ളൂ. അതാണ് ഇബ്രാഹിം നബി പഠിപ്പിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മളൊരാളോട് നമ്മളിപ്പോൾ ഒരു വ്യക്തിനോട് തെറ്റ് ചെയ്താൽ അദ്ദേഹത്തോട് പൊറുക്കാൻ ആവശ്യപ്പെടണം, എന്നിട്ട് അള്ളാഹിനോട് പറയണം. അങ്ങനെയാണ്. നേരെ മറിച്ച് അള്ളാഹിനോട് തെറ്റ് ചെയ്താലോ ഒരു വ്യക്തിയോടും വേണോ? വേണ്ട, എല്ലാം നേരിട്ടാണ്, അല്ലേ? അതാണ് ഇസ്ലാം. നേരെ മറിച്ച് നമുക്കറിയാം പല തെറ്റും ചെയ്യുന്ന ആളുകൾ പള്ളിയിൽ അച്ഛൻ്റെ അടുത്തൊക്കെ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ട് കയറിയിട്ട് കുമ്പസരിക്കും. അത് ഇസ്ലാമിലില്ല കേട്ടോ. കാരണം അങ്ങനെ ഒരാൾക്ക് പാപം പുറത്തു കൊടുക്കാനുള്ള കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അതാണ് ഇസ്ലാം. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി എന്ത് പറയുന്നത്, വല്ലദീ അത്മഉ, ഞാൻ ആഗ്രഹിക്കുന്നു, അൻ യഗ്ഫിറ ലീ ഖതീഅതി, എൻ്റെ പാപം എനിക്ക് പുറത്തു തരുമെന്ന്. എന്ന് യൗമുദ്ദീൻ, വിചാരണ നാളിൽ, പ്രതിഫല നാളിൽ അള്ളാഹു എനിക്ക് പുറത്തു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതുപോലെ പ്രവാചകന്മാർ മുഴുവനും ഇതുപോലെ ജനങ്ങളോട് പറഞ്ഞു. അപ്പോഴോ ഓരോ സമൂഹത്തിലും പ്രവാചകന്മാരുടെ പ്രബോധനത്തെ തടയിടാൻ ആ രാജ്യത്തുള്ള പുരോഹിതന്മാരായ മലകുകൾ, പ്രധാനികളായ ചില പുരോഹിതന്മാർ വരും. ആ പുരോഹിതന്മാർ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം ചെയ്തപ്പോൾ ആ പുരോഹിതന്മാർ രംഗത്ത് വന്നിട്ട് പറഞ്ഞു, ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വഖാലു ലാ തദറുന്ന ആലിഹത്തക്കും, നിങ്ങളുടെ ഇലാഹുകളെ നിങ്ങൾ കൈവെടിയരുത്. നൂഹ് പറഞ്ഞോട്ടെ, നിങ്ങളുടെ ഔലിയാക്കന്മാരായി നിങ്ങൾ ഇന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരെയും നിങ്ങൾ കൈവിടരുത്. വലാ തദറുന്ന ആലിഹത്തക്കും വലാ തദറുന്ന വദ്ദം വലാ സുവാൻ, വദ്ദിനെയോ സുവാഹിനെയോ കൈവിടരുത്. വലാ യഗൂസിനെ കൈവിടരുത്. യഊഖ വനസ്ര, നസ്റിനെയോ യഊഖിനെയോ കൈവിടരുത്. അങ്ങനെ വഖദ് അളല്ലു കസീറ. അങ്ങനെ ഈ നേതാക്കന്മാരായ പുരോഹിതന്മാർ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രബോധനത്തെ തടയിടുകയും അവരെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ഒരുപാട് വഴിവഴിപ്പിച്ചു. വഖദ് അളല്ലു കസീറൻ. അതുകൊണ്ട് വലാ തസ്ദിൽ ലാലിമിന ഇല്ലാ ലലാല, ദുർമാർഗമല്ലാതെ ഈ അക്രമം ചെയ്ത ആളുകൾക്ക് പിന്നെ വർദ്ധിച്ചിരുന്നില്ല. പിന്നെയും അക്രമം വരിക, ഏതാ ഷിർക്കാകുന്ന അക്രമം. അതുകൊണ്ട് ആ നിലക്കുള്ള ജീവിതത്തിലേക്ക് നമുക്ക് പോകാൻ പാടില്ല. അങ്ങനെയുള്ളൊരു സമൂഹം, അങ്ങനെയുള്ളൊരു പുരോഹിത വർഗം ഭൂലോകത്ത് വരും. അള്ളാഹുവിൽ നിന്ന് ജനങ്ങളെ അകറ്റി പടപ്പുകളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്നൊരു പണ്ഡിത സമൂഹം ഭൂലോകത്ത് വരും ലോകം അവസാനത്തിൻ്റെ കാലത്ത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. റസൂലുള്ള പറഞ്ഞു, ദുആത്തുൻ അലാ അബ്വാബി ജഹന്നം, നരകത്തിൻ്റെ കവാടങ്ങളിലേക്ക് ആളുകൾ ക്ഷണിക്കുന്ന പുരോഹിതന്മാർ രംഗത്ത് വരും. മനസ്സിലായോ? അങ്ങനെ വന്നാൽ മൻ അജാബഹും ഇലൈഹ, അവരുടെ പ്രബോധനത്തിന് ചെവി കൊടുത്ത് അവർ പറയുന്ന പോലെ പ്രവർത്തിച്ചാൽ ഖദഫൂഹു ഫിഹ, അവർ നരകത്തിൽ നമ്മളെ കൊണ്ടുപോയി തള്ളിയിടും. ഇത് റസൂലുള്ളാഹി പറയുന്നത്. അപ്പം വളരെ നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ പുരോഹിതന്മാരുടെ വാക്ക് കേട്ട്
മരിച്ചു പിരിഞ്ഞ് നാളെ പരലോകത്തെത്തുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്ത് ഗാഫിർ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം, ഇത് യതഹാജൂന ഫിന്നാർ, നരകത്തിൽ വെച്ച് ഈ നേതാക്കന്മാരും അനുയായികളും പുരോഹിതന്മാരും അവരുടെ വാക്കുകൾ അനുസരിച്ച് ജീവിച്ച മനുഷ്യ സമൂഹവും നാളെ പരലോകത്ത് അള്ളാഹിൻ്റെ നരകത്തിൽ വെച്ച് തർക്കിക്കും. ഫയഖൂലുൽ ളുഅഫാ, അപ്പോൾ ഈ പാവപ്പെട്ടവരായ ഈ മനുഷ്യന്മാർ, വിവരമില്ലാത്ത ഈ ആളുകൾ, ഈ ദുർബലരായ ആളുകൾ പറയും, ഫയഖൂലുൽ ളുഅഫാ ലില്ലദീന ഇസ്തക്ബറു, നേതാക്കന്മാരായി അഭിനയിച്ച് നടന്ന, പണ്ഡിതന്മാരായി അഭിനയിച്ച് നടന്ന ഈ വലിയന്മാരോട് അവർ പറയും, ഇന്നാ കുന്നാലക്കും തബാ, ഞങ്ങൾ നിങ്ങളല്ലേ ദുനിയാവിൽ വെച്ച് നിങ്ങൾ പറഞ്ഞതനുസരിച്ചല്ലേ ഞങ്ങൾ പിൻപറ്റി ജീവിച്ചത്. ഇന്നാ കുന്നാലക്കും തബാ, ഞങ്ങൾ നിങ്ങളെയല്ലയോ പിൻപറ്റിയത്. ഫഹൽ അൻതും മുഗ്നൂന അന്നാ നസീബം മിനന്നാർ, നരകത്തിൽ നിന്നുള്ള ഒരു ചെറിയ ശിക്ഷയെങ്കിലും ലഘൂകരിച്ച് തരാൻ നിങ്ങളെക്കൊണ്ട് കഴിയുമോ? ഈ ദുർബലന്മാരായ പാവപ്പെട്ടവരായ ആളുകൾ ഈ നേതാക്കന്മാരായ ഈ പുരോഹിതന്മാരോട് ചോദിക്കുമ്പോൾ ഈ നരകത്തിൽ ചെന്ന് പെട്ടിരിക്കുന്ന ഇവർ പറയും, കാലല്ലദിനസ്തക്ബറു, വലിയവന്മാരായി നമ്മൾ പരിഗണിച്ച ആളുകൾ പറയും, ഇന്നാ കുല്ലുൻ ഫിഹ, നമ്മളെല്ലാവരും നരകത്തിൽ തന്നെയാണ്. ഇന്നല്ലാഹ ഖദ് ഹകമ ബൈനന്നാസ് ബൈനൽ ഇബാദ്, അള്ളാഹു ഈ ദാസന്മാർക്കിടയിൽ വിധി കൽപ്പിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫഖാലല്ലദീന ഫിന്നാർ, അപ്പോൾ നരകത്തിലുള്ളവർ പറയുന്നു ആരോട്? ലി ഹസനത്തി ജഹന്നം, നരകത്തിൻ്റെ പാറാവുകാരോട്. ആരാ? റിദ്വാനും മാലിക്കും അല്ലേ, അവരല്ലേ? നരകത്തിൻ്റെ കാവൽ നിൽക്കുന്ന മലക്കുകളുണ്ടല്ലോ, അവരോട് ഈ പാവപ്പെട്ട ഈ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച് നരകത്തിലെത്തിയ ആ സമയത്ത് പാറാവുകാരോട് പറയും, എന്ത്? ദുഉ റബ്ബക്കും, നിങ്ങളൊന്ന് നിങ്ങളെ റബ്ബിനോട് പറയണം, പ്രാർത്ഥിക്കണം. എന്തിന്? യുഖഫിഫു അന്നാ യൗമൻ മിനൽ അദാബ് ജീവു കാലു, അപ്പോൾ അവർ പറയും, എങ്കിൽ ഫദ്ഉ, നിങ്ങൾ എന്നെ പ്രാർത്ഥിച്ചോളി, നിങ്ങൾ എന്നെ പഠിച്ചോണ്ട് പറഞ്ഞോളി. ഇനി പ്രാർത്ഥനയ്ക്ക് ഫലമില്ല. ഒമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫി ളയാൽ, പിന്നെ ഈ നന്ദി കെട്ട കാഫിറുകളുടെ പ്രാർത്ഥന ദുർമാർഗത്തിലാണ്. ഇനി ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലവുമില്ല. സൂറത്ത് ഗാഫിറിൽ നിങ്ങൾ പരിശോധിക്കാം. അതുപോലെ തന്നെ നാളെ പരലോകത്ത് നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ച ആളുകളുണ്ടല്ലോ, ബദരീങ്ങളാവട്ടെ, മുമ്പർത്തങ്ങളാവട്ടെ, ഇവരൊക്കെ ഉണ്ടല്ലോ, ലാത്തയാവട്ടെ, ഉസ്ദാവട്ടെ, മനാവത്താവട്ടെ, ആരായിരുന്നാലും ഇവരൊക്കെ നാളെ പരലോകത്ത് റബ്ബ് ഒരുമിച്ച് കൂട്ടിയാൽ അള്ളാഹ് പറയുന്നു, വൈദാ ഹുശ്റന്നാസു കാനൂലഹും ആയുധ, വൈദാ ഹുശ്റന്നാസ്, ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ കാനൂലഹും ആയുധ, ഈ ഔലിയാക്കന്മാരൊക്കെ ഇവരുടെ ശത്രുവാകും. വ കാനൂബി ഇബാദത്തിഹിം കാഫിരീൻ, അവർ ഇവർക്ക് ചെയ്ത ഇബാദത്ത്, പ്രാർത്ഥനയാകുന്ന ഇബാദത്ത് അവർ കാഫിരീൻ നിഷേധിക്കും. ഞങ്ങൾ പറഞ്ഞില്ല ഉണ്ടോ? ഇപ്പം മൊഹിദ്ദീൻ ഷേഖ് പറഞ്ഞോ എന്നെ വിളിച്ചോളിന്നില്ല. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം യാ ഗുലാം എന്ന് വിളിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. എന്ത്? നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? വൈദസ്താൻ ഫസ്തൈൻ ബില്ല, നിങ്ങൾ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹിനോട് സഹായം നേടാൻ പാടുള്ളൂ. വൈദ സഅൽത്തും ഫസ്അലില്ല, നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കണം. എന്തൊക്കെയാണ് ആര് പഠിപ്പിച്ചത്? മൊയ്തീൻ ഷേഖ്. പക്ഷേ മൊയ്തീൻ ഷേഖിൻ്റെ പേരിൽ പുരോഹിതന്മാർ പഠിപ്പിച്ചാൽ എന്ത്? എന്നെ വിളിക്കുന്നവർക്ക് ബായി കൂടുന്നതിൻ്റെ ഉത്തരം തരാമെന്നൊക്കെ. അത് ഇവർ മാലക്കാർ പറഞ്ഞതാണ്. മൊയ്തീൻ ഷേഖ് തൻ്റെ ഓനിയത്ത് എന്ന ഗ്രന്ഥത്തിലൊക്കെ വിശദീകരിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ള മഹാനായ ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഈ പുരോഹിതന്മാരെ സംബന്ധിച്ച് തന്നെ അവരാരാണെന്ന് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു അറിവ് തന്നിട്ടുണ്ട്. ആ അറിവ് എന്താണെന്ന് ചോദിച്ചാൽ, ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞു, ഞാൻ നിങ്ങളിലുള്ള പണ്ഡിതന്മാരെ കാണുന്നത് എങ്ങനെയാണ്? വിഡ്ഢികളായിട്ടാണ്. അങ്ങനെ ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹം പറഞ്ഞത്, ഞാൻ നിങ്ങളിലുള്ള പണ്ഡിതന്മാരെ കാണുന്നതൊക്കെ വിഡ്ഢികളായിട്ടാണ്. അതുകൊണ്ട് എന്താ കാരണം? അദ്ദേഹം പറഞ്ഞത്, സുഹാദുക്കും താലിബീന റാഗിബീന ഫിദ്ദുനിയ, ദുനിയാവ് സമ്പാദിക്കാൻ വേണ്ടി, പണമുണ്ടാക്കാൻ വേണ്ടി, നാസീന ലിൽ ഹഖ് അസ്സവജല്ല, യഥാർത്ഥ അള്ളാഹുവിനെ മറപ്പിക്കുകയും പടപ്പുകൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന, ഇന്നി അറ ഉലമാക്കുന്ന നിങ്ങളിലുള്ള പണ്ഡിതന്മാരെ ഞാൻ കാണുന്നത് ജുഹാല, ജാഹിലായിട്ടാണ്. ഈ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഈ പണ്ഡിതന്മാർ ജാഹിലാണെന്ന് ആര് പഠിപ്പിക്കുന്നത്? മഹാനായ ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ്. ഞങ്ങൾ അദ്ദേഹത്തെ പരിഹസിക്കുന്നവരല്ല, അദ്ദേഹത്തെ ബഹുമാനിക്കുന്നവരാണ്. കാരണം ഈ അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന തത്വം ജനങ്ങളെ പഠിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ പ്രവർത്തിച്ച മഹാനായ പണ്ഡിതനും അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ഒലിയുമാണ് അദ്ദേഹം. അപ്പം നമ്മൾ അറിയേണ്ടത്, പിന്നെ ഇവർ പറയാറുള്ളത്, പുരോഹിതന്മാർ ജനങ്ങളെ പഠിപ്പിക്കുകയെന്ന് വെച്ചാൽ, അള്ളാഹു അല്ലാത്തവരെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവരൊക്കെ വിഗ്രഹങ്ങളെ പറ്റിയാണ് ഈ പറഞ്ഞത്, ഇവരെ പറഞ്ഞത്. ലാത്തയും ഉസ്സയും മനാത്തയും വദ്ദും സുവാവും യഹൂസും യഹൂക്കും നെസുറും ഒക്കെ വിഗ്രഹങ്ങളാണ്, അതൊന്നും ഔലിയാക്കന്മാരല്ല എന്നാണ്. തെറ്റാണ്.
ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച മുഫസ്സിറുകൾ പറഞ്ഞത് വഹി അസ്മാഉ റിജാലിൻ സാലിഹീൻ മിൻ ഖൗമി നൂഹിൻ അലൈഹി സ്വലാത്തു വസ്സലാം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമൂഹത്തിൽ ജീവിച്ച നല്ലവരായ മനുഷ്യന്മാരാണ് ആര്? ഇവരൊക്കെ ആര്? ലാത്തയും ഉസയും മനാത്തയും ഒക്കെ. വഹിയ ഇത് അസ്മാഉ റിജാലിൻ സാലിഹീൻ, സാലിഹീങ്ങളായ മനുഷ്യന്മാരാണ്. ഉണ്ടോ? വിഗ്രഹങ്ങൾ എന്നല്ല പറഞ്ഞവർക്ക് വിഗ്രഹങ്ങളെന്നാ. അതൊക്കെ വിഗ്രഹങ്ങളെ പറ്റി പറയുന്ന ആയത്തുകളൊക്കെ ഔലിയാക്കന്മാരെ നേരെ ഓതുന്നല്ല. മുഫസ്സിറുകൾ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഈ ആയത്തുകൾ വിശദീകരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടോ വലമ്മ ഹലക്കു, ആ മനുഷ്യന്മാർ ലാത്തയും ഉസ്സയും മനാത്തയും വദ്ദും സുവാവും അതുപോലുള്ള ആളുകളൊക്കെ വലമ്മ ഹലക്കു, അവർ മരിച്ചപ്പോൾ ഔഹ ഷെയ്ത്താൻ ഇലാ കൗമിഹിം, ഷെയ്ത്താൻ അവർ ആ സമൂഹത്തിന് സന്ദേശം കൊടുത്തു. എന്ത്? അനിൻസിബൂഫി മജാലിസുമുല്ലത്തി കാനു യജിലിസുന അൻസാബ, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്ഥാപിക്കണം. അന്നൊന്നും ഈ നൂഹ് നബി മരിച്ച ഉടനെ ലാത്തയും മുസയും മനാത്തിയൊക്കെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പേരിൽ നാട്ടകൾ ഉണ്ടാക്കാനാണ് ഷെയ്ത്താൻ പറഞ്ഞത്. ഇപ്പം നമ്മളെന്താ ഇന്ന് ഓരോരുത്തർ മരിക്കും. ഇപ്പം മടവൂർ ഔലിയ എന്ന് പറഞ്ഞ ആളെ മരിച്ചു. അയാൾ നാട്ടിൽ ജീവിക്കുന്ന കാലത്ത് ഭ്രാന്തനായിരുന്നു. മയ്യത്ത് മറാടിയപ്പം ഭയങ്കര ഔലിയായി അല്ലേ. എന്നിട്ട് അവിടെ കെടുത്തി വെച്ചു. കെടുത്തി വെച്ചാൽ ജാറം, നിർത്തി വെച്ചാൽ വിഗ്രഹം. ഇതല്ലേ? നിർത്തിയാൽ ഒരു വിഭാഗം ആളുകൾ നല്ല മനുഷ്യന്മാരുടെ രൂപകൽപ്പന. ഇപ്പം നമ്മളിനി ഏത് സമൂഹത്തിൽ പെട്ട ആളുകൾ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഏത് സമൂഹത്തിൽപ്പെട്ട ആളുകളായാലും അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളൊക്കെ സമൂഹത്തിലെ ഉന്നതനായ നല്ല മനുഷ്യന്മാരായിരിക്കും. അത് പിൽക്കാലത്ത് വിഗ്രഹമായി മാറും. വിഗ്രഹമാകുമ്പോൾ കുത്തനെക്കും, ജാറാവുമ്പോൾ കെടുത്തി വെക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു എന്തുണ്ട്, അലിവുണ്ട്. എന്താ കാരണം? നിന്ന് കാലി അടിയണ്ട, നിങ്ങൾ കെടുന്നോളി പറഞ്ഞിട്ടാണ് ജാറാക്കിയത്. പോട്ടെ. അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാ, നിങ്ങൾ അള്ളാഹുവിനെ കൂടാകുന്നവർ, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാ ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള മനുഷ്യരോടാണ്. നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങളെപ്പോലെ തന്നെയുള്ള മനുഷ്യരോടാണ്. ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെ ഭൂമിയിൽ ജീവിച്ചു, നിങ്ങളെപ്പോലെ ഭക്ഷണം കഴിച്ചു, നിങ്ങളെപ്പോലെ കല്യാണം കഴിച്ചു, നിങ്ങളെപ്പോലെ നിസ്കരിച്ചു, നിങ്ങളെപ്പോലെ നോമ്പ് വെച്ചു, നിങ്ങളെപ്പോലെ ഇബാദത്തൊക്കെ ചെയ്തു, അങ്ങനെ ജീവിച്ച് മരിച്ച ആളുകളാണ് നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരായിരുന്നാലും, ബദരീങ്ങളായാലും മമ്പർത്തങ്ങളായാലും ഇവരൊക്കെ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്, നിങ്ങളെപ്പോലത്തെ ദാസന്മാരാണ്. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും, അള്ളാഹ് പറയാം സൂറത്തുൽ അഅറാഫിൽ. എന്നിട്ട് അള്ളാഹ് പറയാം ഫദ്ഊഹും, നിങ്ങൾ ഇന്ന് അവരെ വിളിച്ചോളി, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കും. ഇപ്പോൾ ഈ ആയത്തെടുത്തിട്ട് ഫദ്ഊഹും എന്നല്ല പറയുന്നല്ല അവരുണ്ട്. അതിൻ്റെ മറ്റേ ഭാഗം ഒഴിവാക്കിയിട്ടേ അവരോട് വേർക്കാൻ നല്ല പറഞ്ഞു. നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാരാണ്, അവരോട് നിങ്ങൾ പ്രാർത്ഥിച്ചോളി. ഫൽ യസ്തജീബൂലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകട്ടെ. ഒരു പരിഹാസമാണ് അള്ളാൻ്റെ. അങ്ങനെ അവരൊന്ന് ഉത്തരം ചെയ്യണം, നമുക്ക് കാണാമല്ലോ. നിങ്ങൾ പ്രാർത്ഥിക്കും. ഇൻകുന്തു സാധിക്കും, നിങ്ങൾ സത്യ പറഞ്ഞെങ്കിൽ. മുശ്രിക്കീങ്ങളായ ആളുകൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നമുക്ക് കാണാമല്ലോ. നിങ്ങളോട് വിളിച്ച് പ്രാർത്ഥിക്കും, ഉത്തരം തരട്ടെ. ഇപ്പം നോക്കികൾ കൊറോണ, നിപ്പ, എന്തെല്ലാം രോഗങ്ങളാണ്, എന്തെല്ലാം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും രാജ്യം അനുഭവിക്കുന്നു. ഒരൊറ്റ ഔലിയ വിചാരിച്ചാൽ പോരെ. ഇപ്പം നമ്മൾ മടവൂർ ഔലിയുള്ള ഇയാളെന്താ പറഞ്ഞത്? ഒരു ദിവസം ഒരു വലിയൊരു പറയാം, മടവൂർ ഔലിയ ഒരു ദിവസം ഒരാൾ പ്ലെയിനിൽ കയറിയിട്ട് നാട്ടിലിറങ്ങാൻ നേരത്ത് കഴിയുന്നില്ല, ലാൻഡിങ് കിട്ടുന്നില്ല. അപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നത്രേ, ഇനി ഇവിടെ ലാൻഡാവുന്നില്ല, നമ്മൾ വേറെ എയർപോർട്ടിലേക്ക് പോകുന്നു. കാരണം ഇപ്പോൾ കരിപ്പൂരാണെങ്കിൽ തൊട്ടടുത്ത എയർപോർട്ട് ഏതാ? കൊച്ചി അല്ലേ, അവിടെയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുമെന്ന്. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തല്ലോ, ഈ മടവൂർ ഔലിയൻ്റെ പേരിൽ ഫാത്തിഹ ഓതാൻ തുടങ്ങി. എന്നിട്ട് യാ ഗൗസ് മടവൂർ ഔലിയ എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ വിളിച്ചപ്പോഴോ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മറ്റൊരു അനൗൺസ്മെൻറ്റ് ഇവിടെ തന്നെ ഇറങ്ങുകയാണ്. കാരണം എന്താണേല കാരണം മടവൂർ ഔലിയ പ്ലെയിനിൻ്റെ ഒരു ഭാഗത്ത് പിടിച്ചു, അങ്ങനെ മുന്നോട്ട് പോകാൻ പാടില്ല. ഇതൊക്കെ വിശ്വസിക്കുന്ന ഇവരെ മനുഷ്യരെന്നാണോ കഴുതാന്നാണോ വിശ്വസിക്കേണ്ടത്? എന്താ വിശേഷിപ്പിക്കേണ്ടത്? നിങ്ങളെന്താ പറഞ്ഞത്? രാജ്യത്ത് മറ്റുള്ള സമൂഹത്തിലുള്ള ആളുകളെ തൗഹീദിലേക്കും അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം ഇത്തരം ആളുകളുടെ ജാഹിലുകൾ, അതാണ് മൊയ്തീൻ ഷേഖ് പറഞ്ഞത്, ഇന്നിയാറ ഉലമാക്കും ജുഹാല, നിങ്ങളുള്ള പണ്ഡിതന്മാരെ വിവരദോഷികളായ ജാഹിലുകളാണ്. എന്താ കാരണം? നാസീനലിൽ ഹക്കി, യഥാർത്ഥമായ അള്ളാഹിനെ മറപ്പിക്കുക, എന്നിട്ട് പടപ്പുകളിലേക്ക് ആളുകളെ കൊണ്ടുപോകുക. ഇതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നിട്ട് ഈ മൊയ്തീൻ ഷേഖിനെ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതായിരുന്നാലും അള്ളാഹ് പറയുന്നു, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആക്കും, നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ച നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കൂല എന്നല്ല. മൂപ്പര് പറഞ്ഞ് പ്ലെയിനൊക്കെ പിടിച്ചു നിർത്തിയിരുന്നു. പിന്നെ മരിച്ച് മയ്യത്തുണ്ടാകുമ്പോൾ കുട കൊണ്ട് കുത്തിയിട്ട് എണീപ്പിച്ചിരുന്നു.
എന്നിട്ട് എന്താ തെളിവ് അറിയാലോ? ഈസാ നബി ജീവിച്ചില്ലേ? ഈസാ നബിൻ്റെ മുഅ്ജിസത്തല്ലേ? ഇയാൾക്ക് എന്താ പണി? അത് മാത്രമല്ല, അള്ളാഹുവിൻ്റെ റസൂൽ എന്താ പഠിപ്പിച്ചത്? അമ്പിയാക്കന്മാർ അവർക്ക് കൊടുത്തിരിക്കുന്ന മുഅ്ജിസത്ത് എന്ത് ചെയ്യണം? ആളുകളുടെ ഇടയിൽ വെളിപ്പെടുത്തണം. എന്തിനാ? താൻ പ്രവാചകനാണെന്ന് ജനങ്ങൾ വിശ്വസിക്കാനാ. എന്നാലോ ഒലിയോ അവർ കറാമത്ത് മറച്ചു വെക്കണം. അല്ല കറാമത്ത് കൊടുത്താൽ തന്നെ കെത്തുമാങ്ങൾ കറാമാണ്, കറാമത്തിനെ മറച്ചു വെക്കണം. ഏതുപോലെ മറച്ചു വെക്കണം എന്നറിയോ? ഒരാളോടും പറയാൻ പാടില്ല. ഇപ്പം നമ്മക്കൊക്കെ കറാമത്തുണ്ടാവും, നമ്മളൊക്കെ കറാമത്തുള്ളവരാണ്. കാരണം തഖ്വൻ്റെ അനുസരിച്ച് കറാമത്തുണ്ടാവും. ഇപ്പം നിങ്ങളൊരു പ്രയാസപ്പെടുമ്പോൾ ഇൻ തത്തക്കുള്ള, നിങ്ങൾ തഖ്വയുള്ളവരാണെങ്കിൽ യജഅല്ലക്കും മഖ്റജ, നിങ്ങൾക്ക് അല്ലാഹു ഒരു പുറത്ത് പോരാനുള്ള, കുടുങ്ങുമ്പോൾ രക്ഷപ്പെടാനുള്ള വഴി ഉണ്ടായി തരും. അത് നിങ്ങൾക്ക് ഓരോരുത്തർ നാളെ നിങ്ങളോട് പറയാൻ പറ്റുമോ? ഞാൻ കുടുങ്ങിയിരിക്കുന്നു, നിങ്ങളൊരു വഴി ഉണ്ടായി തരും. അത് നിങ്ങൾ കിട്ടുന്നതാ. അത് കിട്ടിയാൽ തന്നെ പറയാനും പാടില്ല, ആരോടും പറയാൻ പാടില്ല. ഏതുപോലെ മറച്ചു വെക്കുന്നതാണ് അറിയാം. ജിഫായ് ഷേഖ് പറഞ്ഞത് കമാ തെസ്തുറുൽ മർഅത്തു മിനൽ ഹൈദ്, ഒരു പെണ്ണ് ഹൈലുണ്ടായാൽ ആർക്കും കാണിച്ചു കൊടുക്കുമല്ലോ, അതുപോലെ മറച്ചു വെക്കണം. ഏത്? കറാമത്ത്. എന്നാലോ മുഅ്ജിസത്തോ ജനങ്ങളുടെ മുമ്പിൽ ഇദ്ഹാർ ചെയ്യണം. ഇതൊക്കെ ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ്. അതൊന്നും ജനങ്ങളെ പഠിപ്പിക്കാതെ ജനങ്ങളെ മുഴുവനും അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ ആളുകളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും വലിയൊരു ആപത്തിൽ നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത് അള്ളാഹിൻ്റെ നന്ദിയുള്ള ദാസന്മാരായി ജീവിച്ചാൽ അള്ളാഹു നമുക്ക് ഇപ്പം എന്തുകൊണ്ടാണ് ഒരു പ്രയാസം വന്നിട്ട് മേൽക്കുമേൽ പ്രയാസം വരിക എന്നല്ലാണ്ട് പ്രയാസം നീക്കി തരില്ലല്ലോ. ഇത് ഇപ്പം നമുക്കറിയാം, വലിയ വലിയ ആപത്ത് വരുമ്പോൾ മക്കയിലെ മുശ്രിക്കുകളെ പറ്റി എന്താ പറഞ്ഞത്? അബൂജാഹിലിൻ്റെ മോൻ ഇക്രിമത്ത് അള്ളാഹിൻ്റെ റസൂൽ അള്ളാഹിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ സന്ദേശം മക്ക രാജ്യത്ത് സമ്പൂർണ്ണമായി വിജയിച്ചപ്പോൾ മക്കം ഫത്ത് എന്ന് അതിന് പറയല്ലേ, കണ്ട് കഴിക്കുക, നീർച്ച കഴിക്കുക, മാർക്കം കഴിക്കുക. അപ്പോൾ ആൾക്കാർ ചോദിക്കും മാർക്കം കഴിക്കല്ലോ. മാർക്കം കഴിക്കലോ അത് തിന്നലല്ല, അത് ഇബ്രാഹിം നബിനെ മില്ലത്തിലേക്ക് കൊണ്ടുവരിക. അതോട്ടെ. അപ്പോൾ ഇങ്ങനെ ഒരു മാള് മരിച്ചാൽ പോലും തീറ്റിയാണ്. അതിനാണ് ആകെ ഇസ്ലാം ഉണ്ടായത്. പിന്നെ ബാക്കി പള്ളിയിലാകെ 10-20 വയസ്സന്മാർ ഇന്ന് നാളെ മലക്ക് മൗത്ത് ഇങ്ങനെ കാത്ത് നോക്കിക്കുന്ന ആൾക്കാരുണ്ടാവും. വേറെ ഒരൊറ്റ കുട്ടി പള്ളിക്കലുണ്ടാവില്ല. അതിനാണ് പള്ളിക്കാടുണ്ടാക്കി. ഒരൊറ്റ ചെറുപ്പക്കാരും ബൈക്ക് വരില്ല. അങ്ങനെയാണ് മുജാഹിദ് പ്രസ്ഥാനം വന്നതിന് ശേഷമാണ് ആൾ ജുമാക്ക് പോലെ തുടങ്ങി. മറ്റേ ജുമാക്ക് ആളുകളുണ്ടാവില്ല, പള്ളിയിൽ തോർത്തുമുണ്ടാകുക ആളെ സ്ഥാനത്ത്. ബുക്കിങ്ങാണ്. പള്ളീൻ്റെ മഹല്ല് മുത്തവല്ലിൻ്റെത് ആ സൈഡിലുണ്ടാവും, ഈ സൈഡിൽ സെക്രട്ടറി പ്രസിഡൻ്റൊക്കെ ഉണ്ടാവും. എന്നിട്ട് 40 ആളാകാൻ വേണ്ടിയിട്ട് മൊയ്ലേർ വിളിച്ചെത്തുക. എപ്പോൾ സ്ഥിതി എന്താ? ഇപ്പോൾ ബാങ്ക് കൊടുത്തിട്ട് കയറാൻ മുജാഹിദ് പള്ളിയിൽ കയറിയില്ലെങ്കിൽ, ബാങ്ക് കൊടുത്തിട്ട് കയറിയില്ലെങ്കിൽ പിന്നെ അവിടെ സ്ഥലം കിട്ടൂല അല്ലേ? ആ അവസ്ഥയിലേക്ക് മാറിയെന്തുകൊണ്ടാണ്? ഇസ്ലാം ദീനിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. കാരണം അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാരുടെയും ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ ഫലം. ബാക്കിയുള്ളതൊക്കെ ഇതിൻ്റെ ശാഖാപരമായ വിഷയങ്ങളിലുള്ള വിജയങ്ങളാണ്. ഇപ്പോൾ കോളേജ് ഉണ്ടാവലോ, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ഉണ്ടാവലോ, ഇതൊന്നും നടത്താനല്ലോ ഇസ്ലാം വന്ന്. ആണോ? ഇസ്ലാം വന്ന് ഇവിടെ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാനാ? അല്ല. അല്ലെങ്കിൽ ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടാക്കാനാ? അല്ല. ഇസ്ലാം വന്നത് അടിസ്ഥാനപരമായിട്ടൊരു വിഷയമുണ്ട്. അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ആര് ചെയ്താലും സപ്പോർട്ട് ചെയ്യുകയും നമുക്ക് വേണമെങ്കിൽ ചെയ്യുകയും ചെയ്യാം. നമുക്കൊരു മെഡിക്കൽ കോളേജ് നടത്താം, അതിന്. പക്ഷേ ആ മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ട് അത് നടത്തുമ്പോൾ, എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുമ്പോൾ അതിന് വേണ്ടിയിട്ട് അള്ളാഹിൻ്റെ തൗഹീദും ദീനൊക്കെ നിസ്സാരവൽക്കരിക്കുകയും ഇത് വലുതാവുകയും ചെയ്യുന്ന സ്വഭാവത്തേക്ക് മാറിയാൽ സലഫി പ്രസ്ഥാനത്തിനെയും അള്ളാഹു സൂക്ഷിക്കും കേട്ടോ. അതുകൊണ്ട് സൂക്ഷിക്കുക. അതുകൊണ്ട് നമുക്ക് നോക്കാം. അള്ളാഹു പറയുന്നു, ഇൻ തദ്ഉഹും, നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹ് കേൾക്കൂല, അവർ കേൾക്കൂല. ഇനി വലൗ സമീഉ, നിങ്ങളെ വാദം അവർ കേൾക്കുമെന്ന് നിങ്ങൾ പറഞ്ഞാൽ പോലും മസ്തജാബുലക്കും, നിങ്ങളെ വാദപ്രകാരം കേൾക്കും എന്ന് നിങ്ങൾ പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഉത്തരം തരില്ല. മസ്തജാബുലക്കും എന്ന് മാത്രമല്ല യൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ ചെയ്ത ഷിർക്ക്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച ഷിർക്കുണ്ടല്ലോ, അത് അവർ യക്ഫുറൂന നിഷേധിക്കും, ഞങ്ങൾ പറഞ്ഞില്ല. എന്നിട്ട് അള്ളാഹ് പറയാം, സൂറത്ത് ഫാത്തിറിൽ അള്ളാഹ് പറഞ്ഞെന്താ? വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, സൂക്ഷ്മജ്ഞാനിയായ അള്ളാഹിനെ പോലെ ഈ വിഷയം നിനക്ക് പറഞ്ഞുതരാൻ ഇനി ഒരാളുമില്ലട്ടോ എന്ന് അള്ളാഹ് ആയത്ത് അവസാനിക്കുമ്പോൾ പറയാം. ഇതൊക്കെ കേട്ടിട്ടും ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഖുർത്തുബി പറഞ്ഞു, ഇൻ തസ്തഗീസു ബിന്നവായി, വിബൽ ഘട്ടങ്ങൾ നിങ്ങൾ അവരോട് വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ പ്രാർത്ഥന ഈ ഔലിയാക്കന്മാരും കേൾക്കൂല. എന്നിട്ട് പറയാണ്, യർജു ഹാദ, ഈ ആയത്ത് മടങ്ങും ഇലൽ മഅബൂദീൻ, എല്ലാ അള്ളാഹു അല്ലാത്ത ദാസന്മാരിലേക്ക് മടങ്ങും. ഈ ആയത്തിൻ്റെ ഹുക്കും എല്ലാവരിലേക്കും മടങ്ങും. മിമ്മ യഅ്കിലു കൽ മലായിക്കത്തി വൽ ജിന്നി വൽ അംബിയായി വ ഷയാത്തീൻ, ശൈത്താന്മാരായാലും അമ്പിയാക്കന്മാരായാലും. ഇപ്പോൾ ഈസാ നബിനെ വിളിച്ച് പ്രാർത്ഥിച്ചാലും കണക്ക് തന്നെ. ഈസാ നബിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതല്ലേ യേശു. അതായിരുന്നാലും അമ്പിയായാലും ജിന്നായാലും മലായിക്കത്ത് മലക്കുകളെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അമ്പിയാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും ശൈത്താനെ വിളിച്ച് പ്രാർത്ഥിച്ചാലും ഒക്കെ സമാനം.
ഈ ആയത്തയിലേക്കൊക്കെ മടങ്ങുന്നുണ്ട്. ഉത്തരം കിട്ടൂല. അമ്പിയാക്കന്മാരോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടൂല. മലായിക്കത്തോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടൂല. ശൈത്താന്മാരോട് വിളിച്ച് പ്രാർത്ഥന കിട്ടൂല. ജിന്നിനോട് വിളിച്ച് പ്രാർത്ഥന കിട്ടൂല. അമ്പിയാക്കന്മാർക്ക് കിട്ടൂല, പിന്നെ ഈ ഔലിയാക്കന്മാർ പറഞ്ഞവർ കിട്ടുമോ? അള്ളാഹു ഭൂമിയിൽ നിന്ന് തിരഞ്ഞെടുത്തോല. ഔലിയാക്കന്മാർ പറഞ്ഞാൽ തിരഞ്ഞെടുത്തോ ഇല്ലയെന്ന് നമുക്കറിയില്ല. ഇവർ ഔലിയാണോ ഇല്ലയെന്ന് അറിയില്ല. ഔലിയ പറഞ്ഞാരാ? ഇന്ന ഔലിയാവു ഇല്ലൽ മുത്തക്കൂൻ, തക്കവുള്ളവരാ. തക്കവ് ഇവിടെ ഉണ്ടായ ഹൃദയത്തിലല്ലേ? തലപ്പാവിലും തൊപ്പിയിലും ഉൾക്കയിലാണ് അല്ല. രൂപം നമുക്ക് എങ്ങനെ നടക്കുക? ഉണ്ടല്ലേ നിങ്ങൾ? നമ്മളൊക്കെ ഈ ഭാഗത്തുണ്ടല്ലേ നിങ്ങൾ? പടിഞ്ഞാറ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന തലതാ നമ്മുടെ സ്ഥലം ഫ്രാൻസ് റോഡാണല്ലോ. ഇവിടെ ഭാഗത്തൊക്കെ നല്ല താടിയും തലപ്പാവും വെച്ച് എത്ര ആൾക്കാർ കഞ്ചാവ് വാങ്ങാൻ വരുന്നുണ്ട് തന്നെ. ഞാൻ വെറുതെ പറയല്ല, നിസ്സാരവൽക്കരിക്കുകയല്ല, ആരെയും കുറ്റപ്പെടുത്തുമല്ല. കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവിടെ. കാരണം ഇതൊരു മറയാണ്. മനസ്സിലായോ? അപ്പോൾ ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് മരണം വരെ ജീവിക്കുക. ഒരു കാരണവശാലും അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് അകന്നു പോകാതിരിക്കുക. വളരെ പ്രധാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച് മുശ്രിക്കായി മരിക്കാനുള്ള ഇടവരരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നോക്കുകൾ. മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹയുടെ വലിപ്പം കണ്ടങ്ങൾ. ഒരാൾ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചാൽ എങ്ങനെ പ്രഖ്യാപിക്കണം? ആരെയും പറഞ്ഞു വിട്ടിട്ട് പറയല്ല. ഖാലിസൻ മിൻ കൽബിഹി, മനസ്സിൻ്റെ ഉള്ളറയിൽ നിന്ന് നിഷ്കളങ്കമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച് മരിക്കാൻ കഴിഞ്ഞാൽ എന്നതിൻ്റെ അർത്ഥം അള്ളാഹു അല്ലാതെ ഒരാരാധ്യനുമില്ല. എന്താ ആരാധന? പ്രാർത്ഥന. ആ പ്രാർത്ഥന ഇല്ലാതെ, അള്ളാഹു അല്ലാതെ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ തവക്കുലും അള്ളാഹ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു ഭയവുമില്ലാതെ മരണത്തിന് കീഴടങ്ങുന്ന ആളുകൾക്ക് ദഹലൽ ജന്ന, സ്വർഗത്തിൽ കയറാം അല്ലേ? ആ സ്വർഗത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഏതെല്ലാം തരത്തിൽ ആരെല്ലാം നമ്മളെ വഴിവഴിപ്പിച്ചാലും അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് ഒരു അളവ് പോലും വ്യതിചലിക്കാതെ മരണം വരെ തൗഹീദിന് വേണ്ടി ജീവിച്ച് തൗഹീദോടുകൂടി മരിച്ചു പിരിഞ്ഞ് അള്ളാഹുവിൻ്റെ മഹ്ശറയിൽ അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും കൂടെ, സിദ്ദീഖീങ്ങളുടെയും കൂടെ, ശോതാക്കന്മാരുടെ കൂടെ സ്വർഗം പോകാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഭൂമിയിൽ വന്ന് ആപതിച്ചിരിക്കുന്ന ഈ ആപത്തിൽ നിന്ന്, ഈ മഹാമാരിയിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. നമുക്കും നമ്മുടെ കുടുംബത്തിനും അതുമൂലമുണ്ടായ ഒരുപാട് ആളുകൾക്കുണ്ടായ മാനസിക സംഘർഷങ്ങൾ, ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ എന്തിന് പറയുന്നു? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ഗൾഫുകാരൻ ഇവിടെ വന്നാൽ, നാട്ടിൽ വന്നാൽ, സ്വന്തം ഭാര്യയ്ക്ക് പോലും ഭക്ഷണം കൊടുക്കാൻ കഴിയാത്ത, നായക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് മാറുമെന്ന് എന്നെങ്കിലും കൂട്ടുകാരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നെങ്കിലും? ആ അള്ളാനെ നിങ്ങൾ ഇനിയും മനസ്സിലാക്കിയില്ല. നിങ്ങൾ എപ്പോഴാണ് മനസ്സിലാക്കുക? അള്ള ചോദിച്ചില്ലേ, അലം യഗ്നി അൻ തഖ്ശ ഖുലൂബുഹും ലിദിക്രില്ല. അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മയിലേക്ക് വരാൻ ഇനിയും നിങ്ങൾക്ക് സമയമായില്ലേ എന്ന ഖുർആൻ്റെ ചോദ്യത്തിന് ഉത്തരമായി പടച്ചോനെ ആയി എന്ന് പറയാൻ 1000 വട്ടം നമ്മൾ തയ്യാറാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. രാജ്യത്ത് വന്നിരിക്കുന്ന എല്ലാ പ്രയാസവും അള്ളാഹു ദൂരീകരിച്ച് നമുക്ക് ശാന്തിയും സമാധാനവും ഭൂമിക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. രാജ്യത്ത് ജീവിക്കുന്ന ആളുകളുടെ സമാധാനം അള്ളാഹു വീണ്ടും അവർക്ക് തിരിച്ചു നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. തൗഹീദിൻ്റെ കാവൽഭടന്മാരായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അവസാനത്തെ ശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് അവസാനത്തെ ശ്വാസമെടുക്കാൻ അള്ളാഹു എന്നെ ഇൽക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.